എല്ലാവർക്കും നമസ്കാരം. ഒരു AV റിസീവറിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് Yamaha RX A820 ആണ്. ഇതൊരു 5.2 7.2 കോൺഫിഗറേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി AV റിസീവറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കാം. അതിന് കാണുന്നത് ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ ബട്ടണാണ്. അതേപോലെ തന്നെ ഇതിൽ ഒരു ഇൻപുട്ട് സെലക്ടർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണുന്നത് ഇതിൻ്റെ സോണാണ്, സോൺ കൺട്രോൾ, പിന്നെ ഇൻഫർമേഷൻ, പിന്നെ മെമ്മറി. ഇതെല്ലാം റേഡിയോ ട്യൂണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മെമ്മറി, പ്രീസെറ്റ്, FM, AM, പിന്നെ ഉള്ളത് ട്യൂണിങ്. ഡയറക്റ്റ് സീൻ സെലക്ഷൻ ചെയ്യാനുള്ള ബട്ടണും കൊടുത്തിട്ടുണ്ട്. ബ്ലൂറേ, DVD, TV, നെറ്റ്, റേഡിയോ. പിന്നെ ഇതിൽ എയർ പ്ലേ സപ്പോർട്ടാണ്. HDMI ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്. അതേപോലെ എക്കോ മോഡുണ്ട്, ഡിജിറ്റൽ USB കണക്ഷൻ ഉണ്ട്, ആൻറ്റി റിസോഴ്സ് ടെക്നോളജി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് ഒരു വോളിയം കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്യുവർ ഡയറക്റ്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിലൊരു ഫോൺ കൊടുത്തിട്ടുണ്ട്, USB കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടോൺ കൺട്രോൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ AV ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു HDMI ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൈക്കിനും കൊടുത്തിട്ടുണ്ട്. ഈ ആംപ്ലിഫയറിന് ഓൺ ചെയ്ത് നമുക്കിതിൻ്റെ ഇൻപുട്ട് ഓരോന്നായിട്ട് നോക്കാം. ഓണായിട്ടുണ്ട്. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണുള്ളത്. ഇതിൽ നല്ല വൈറ്റ് കളർ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഇൻപുട്ട് ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. ഈ ഓഡിയോ 1 ഓഡിയോ 2 രണ്ടും ഇൻപുട്ടാണ്. അതേപോലെ ഫോണുണ്ട്, ട്യൂണറുണ്ട്, നെറ്റ് റേഡിയോ ഉണ്ട്, പിന്നെ HDMI 7 HDMI ഉള്ളത്. 1 2 3 4 5 6 7. അടുത്തത് AV1 ആണ്. AV1, AV2, AV3, AV4, AV5, AV6, പിന്നെ VOX ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഇൻപുട്ട്. ഇതിൻ്റെ വോളിയം കൺട്രോളാണ്, എൻകോഡർ വോളിയം കൺട്രോൾ. ഇതിൽ ഡയറക്റ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ഓൺ ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതേ ക്വാളിറ്റി തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് സ്പീക്കർ വഴി കിട്ടും. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സറൗണ്ടായിട്ട് പല ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യാം. ഇത് 2 ചാനൽ സ്റ്റീരിയോ, പിന്നെ 7 ചാനൽ സ്റ്റീരിയോ, Neo 6 മ്യൂസിക്, ഹോൾ ഇൻ, പിന്നെ ചേംബർ. ഇതാണ് AV റിസീവറിൻ്റെ ബാക്ക് വ്യൂ. ഇതിൽ മൊത്തം 7 HDMI ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 HDMI ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം തന്നെ നമുക്ക് TV-യിൽ അല്ലെങ്കിൽ പ്രൊജക്ടറിലും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ ഇതിൽ നെറ്റ്വർക്ക് പോർട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു USB പോർട്ടുണ്ട്, 5 വോൾട്ട് 0.5 ആംപിയറിൻ്റെ. ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ അനലോഗ് ഇൻപുട്ടാണ്. ഫോണുണ്ട്, കോമ്പണൻ്റ് ഉണ്ട്. ഈ കാണുന്നതിൻ്റെ ഒപ്റ്റിക്കൽ ഇൻപുട്ടാണ്. ഒപ്റ്റിക്കൽ 1, ഒപ്റ്റിക്കൽ 2. ഇതതിൻ്റെ FM സെക്ഷനാണ്. റേഡിയോ, AM, FM ആൻഡ് ആൻറ്റിന. ഇതിൽ റിമോട്ടിൻ്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. റിമോട്ട് ഇന്നും റിമോട്ട് ഔട്ടും. വേറെ റിസീവറിൻ്റെ റിമോട്ടിൻ്റെ സിഗ്നലിൽ ഇൻപുട്ടായിട്ട് കൊടുക്കാം. അതുവഴി ഇത് മെർജ് ചെയ്ത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ട്രിഗർ ഔട്ട്, 12 വോൾട്ട് ട്രിഗർ ഔട്ടിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ട്രിഗർ ഔട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ട്രിഗർ ഔട്ട് ഉപയോഗിച്ച് വേറെ സബ് വൂഫർ അല്ലെങ്കിൽ പവർ ആംപ്ലിഫയറിനൊക്കെ നമുക്ക് പവറും ഓൺ ഓഫും ആക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തത് കാണുക. ഇതിൻ്റെ സോൺ ഔട്ട് എന്ന് പറയുന്നത് അഡീഷണൽ ഒരു റൂമുകൾ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ഇൻപുട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത റൂമിൽ നമുക്ക് ഓഡിയോ ഏത് സോഴ്സ് വേണമെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതിൻ്റെ പ്രീ ഔട്ട് സെക്ഷനാണ്. ഓഡിയോ ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതേപോലെ തന്നെ സറൗണ്ട് ബാക്കും ലെഫ്റ്റ് റൈറ്റ്. ഈ കാണുന്നതിൻ്റെ സെൻറ്ററാണ്. പിന്നെ ഇതിൽ 2 സബ് വൂഫർ ഔട്ടുണ്ട്. ഇത് നമ്മൾ ആംപ്ലിഫയർ കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം.
ഈ കാണുന്നത് ഈ AV റിസീവറിൻ്റെ RS-232 പോർട്ടാണ്. RS-232 എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ട് ഉപയോഗിക്കാതെ ഇതിൻ്റെ എല്ലാ ഫംഗ്ഷനും ഈ പോർട്ട് വഴി നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് RS-232. യമഹ മോഡൽ നമ്പർ RX-AA20. ഇതിൻ്റെ പവർ കൺസപ്ഷൻ പറയുന്നത് 300 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ. മെയ്ഡ് ഇൻ മലേഷ്യ. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീക്കർ കണക്ടേഴ്സ് നോക്കാം. ഇതെല്ലാം ബനാന കണക്ടേഴ്സാണ്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതേപോലെ സറൗണ്ട് ബാക്ക്, പിന്നെ സോൺ 1 ഉം 2. ഇത് നമുക്ക് 7.2 ആയിട്ടും 5.2 ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി AV റിസീവറാണ്. ഈ ലാസ്റ്റ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ AC കോഡാണ്. ഒരു 2 പിൻ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ വോൾട്ടേജ് സെലക്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ AV റിസീവറിൻ്റെ ഇൻറ്റീരിയർ. നമുക്കാദ്യം ഇതിൻ്റെ പവർ സപ്ലൈ നോക്കാം. ഇതാണ് ഇതിൻ്റെ AC സൈഡ്. ഇതിൽ ചെറിയ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ. ഇത് ഓണായ ശേഷമാണ് നമ്മുടെ മെയിൻ ട്രാൻസ്ഫോമർ ഓൺ ആവുന്നത്. ഇത് അത്യാവശ്യം നല്ല ഹെവി ട്രാൻസ്ഫോമറാണ്. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ബോർഡ് നോക്കാം. മൊത്തം 14 ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡാണിത്. ഇതിലുപയോഗിക്കുന്ന പേര് C4468 A1695 ആണ്. ഇതാണ് 7.2 ചാനലിനെ ഡ്രൈവ് ചെയ്യുന്ന ബോർഡ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ HDMI കാർഡ്. ഇതിൽ 7 HDMI ഇൻപുട്ടുണ്ട്, 2 ഔട്ട്പുട്ടും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ബോർഡ്. അപ്പോൾ ഇത്രയാണ് AV റിസീവറിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.